ദിനം തോറും നടത്തണമേ. തവ പാദം നമിക്കുവാൻ ശക്തികളെ കരുണാകടാക്ഷമാം രക്ഷിതാവേ. തവ പാദം നമിക്കുവാൻ ശക്തികളെ കരുണാകടാക്ഷമാം രക്ഷിതാവേ. സർവനന്മകൾ കുറവിടമാം നാഥ എന്നെ ദിനം തോറും നടത്തണമേ. സർവനന്മകൾ കുറവിടമാം നാഥ എന്നെ ദിനം തോറും നടത്തണമേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നല്ല പ്രഭാതം കൂടെ കാണുവാനും ദൈവത്തെ സ്തുതിക്കുവാനുമുള്ളതായ നല്ല അവസരം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകി തന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മോർണിംഗ് മന്നയുടെ ഹിറ്റിംഗ് ആയിട്ട് നമുക്ക് നൽകി തന്നിരിക്കുന്നത് സൈനിക ഉദ്യോഗത്തിന് പോകും മുമ്പേ ഞാൻ കർത്താവിന് വേണ്ടി കാത്തിരുന്നു എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 35-ഉം 36-ഉം വാക്യം ഇപ്രകാരം പറയുന്നു: ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. നമ്മളിവിടെ വായിച്ചു കേട്ട് സൈനിക ജോലിക്ക് വേണ്ടി കാത്തിരുന്നതായ ഒരു പ്രിയപ്പെട്ടവൻ, സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് വിശ്വാസത്തിലായിരുന്നതായ തൻ്റെ കളിക്കൂട്ടുകാരനുമൊത്ത് അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു എന്ന് വരും എന്നൊരു ചോദ്യം പ്രിയപ്പെട്ട പൈതലിനോട് ചോദിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോൾ നമ്മുടെ ഈ യൗവനത്തിൽ തന്നെ വരുമെന്ന് ഈ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭയിൽ വിശ്വാസി ആയിരിക്കുന്ന പ്രിയ പൈതല് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ വിശ്വാസം അവൻ അപ്രകാരം പറയുവാൻ കാരണമായി തീർന്നത് തങ്ങളുടെ പിതാക്കന്മാർ മുതൽ അവർ കേൾക്കുന്നതാണ്, കർത്താവായ യേശുക്രിസ്തു വേഗം വരും, ഏത് സമയത്തും കർത്താവായ യേശുക്രിസ്തു കടന്നു വരുമെന്നുള്ളതായ ആ ശുഭപ്രതീക്ഷയോടുകൂടെയാണ് പ്രിയ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ഈ ലോകത്ത് ആ നല്ല ക്രിസ്തീയ ജീവിതം നയിച്ചത്. അതുകൊണ്ടാണ് പ്രിയ പൈതലിന് തൻ്റെ കൂട്ടുകാരനോട് അപ്രകാരം പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. എന്നാൽ ആ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി അവർ കാത്തിരിക്കുകയും എന്നാൽ അവർക്ക് പട്ടാളത്തിൽ ഇരുവർക്കും ജോലി ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ ജോലിയൊക്കെയും തികഞ്ഞ ശേഷം അവർ വീണ്ടും കടന്നു വരികയും ഈ അഭിപ്രായത്തോട് ബാല്യത്തിൽ പറഞ്ഞതായ കളിക്കൂട്ടുകാർ ഒന്നിച്ചുകൂടി അവർക്ക് 70 വയസ്സ് പ്രായമായി അവർ പറയണം, കർത്താവ് നമ്മുടെ ബാല്യത്തിൽ വരുമെന്നാണ് നമ്മൾ ചിന്തിച്ചിരുന്നത്, എന്നാൽ ഇതുവരെയും കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് കടന്നു വന്നില്ല എന്ന് അവർ പരസ്പരം അഭിപ്രായപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 35-ഉം 36-ഉം വാക്യം നമ്മളിവിടെ കേട്ടതുപോലെ പിതാവിൻ്റെ കയ്യിലിരിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്ന് വരും, അല്ലെ ഈ വർഷം വരും, അല്ലെ അടുത്ത വർഷം വരും എന്ന് പറയുവാൻ നമുക്ക് അധികാരമില്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ഈ ലോകത്തിൽ അനേകര് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് പ്രവചിച്ചുകൊണ്ട് അനേകരെ കൂട്ടി അവർ അവരുടേതായ വിശ്വാസികളുടേതായ സമ്പത്തൊക്കെയും കൈക്കലാക്കിക്കൊണ്ട് അവർ ആ ഒരു ദിവസം നിശ്ചയിച്ചുകൊണ്ട് കർത്താവ് കടന്നു വരുമെന്ന് അവരെ പറഞ്ഞ് പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുകയും അവരുടേതായ ജീവിതത്തിലേക്ക് ഒരു ദുരുപദേശത്തെ അവർ അടിച്ചേൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. AD 381 കർത്താവായ യേശുക്രിസ്തു കടന്നു വരുമെന്ന് ഡൈക്നോണിസ് എന്ന് പറയുന്നതായ ഒരു പ്രവാചകൻ പറയുകയും അനേകരെ കൂട്ടിവരുത്തുകയും ചെയ്തു. അതുപോലെ AD 1260 ജോക്കാവിങ് എന്നതായ ഒരു പ്രവാചകൻ അനേകരെ കൂട്ടിവരുത്തുകയും കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി വരവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യും. വില്യം മിസ്റ്റൺ AD 1734 കർത്താവായ യേശുക്രിസ്തു കടന്നു വരുമെന്നും പറഞ്ഞ് അനേകരെ കൂട്ടി കാത്തിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ വിദ്വാൻകുട്ടി 1882 കർത്താവായ യേശുക്രിസ്തു കടന്നു വരുമെന്ന് അനേകരെ കൂട്ടി അതിനുവേണ്ടി കാത്തിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ 1992 കൊറിയയിലായിരിക്കുന്നതായ ഒരു സഭ
കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുമെന്നും പറഞ്ഞ് അനേകരെ അവിടെ കൂട്ടിച്ചേർക്കുകയും അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കും. അനേകരെ വിശ്വാസം വിട്ട് പ്രിയപ്പെട്ടവർ മുഖാന്തരം അനേകര് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരെ തെറ്റിലേക്ക് നയിച്ചതായ വാർത്തയെ അറിയിച്ചുകൊണ്ട് ആ പ്രവാചകന്മാർ ഒക്കെയും തങ്ങളുടെ വിശ്വാസികളെ തെറ്റിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവും നാഴികയും സമയവും ദൈവത്തിൻ്റെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഏത് സമയത്തും കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുന്നുകൊണ്ട് നീയും നമ്മൾ ഓരോരുത്തരും ഒരുങ്ങിയിരിക്കുക എന്നുള്ള വലിയ സന്ദേശമാണ് ദൈവത്തിൻ്റെ തിരുവചനത്തിലൂടെ നമുക്ക് നൽകി തരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ പ്രിയ ദാനിയേലും അവൻ്റെ ഫ്രണ്ട്സും ഒന്നിച്ച് ചിന്തിച്ചതുപോലെ കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ എനിക്ക് പോകുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തെ ഞാൻ എപ്രകാരം ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതായ ആ ലക്ഷ്യത്തിന് വേണ്ടി ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നെങ്കിൽ നിശ്ചയമായും നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയും ഒരുങ്ങുവാൻ തക്കവണ്ണം നമുക്ക് പ്രവർത്തിക്കുവാനും സാധിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നത്: ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഗലീലെ പുരുഷന്മാര് സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടുപോലെ തന്നെ അതേ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾ രണ്ടാമത് കടന്നു വരുമ്പോൾ കാണുമെന്ന് ഇവിടെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് സമയമോ വർഷമോ നാളോ ഡേറ്റോ ഒന്നും പറഞ്ഞു തരുന്നില്ല എന്ന് നമുക്ക് ദൈവത്തിൻ്റെ തിരുവചനം പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ലാതെ നിലനിൽക്കുമ്പോൾ, വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരാതെ അത് എന്നേക്കും നിലനിൽക്കുന്നതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൽ നമുക്ക് ഓരോരുത്തർക്കും പോകുവാൻ തക്കവണ്ണം നന്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതായ നല്ല മാതൃകയെ ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കൂടെ കടന്നു വരുമ്പോൾ ആ ശബ്ദം കേട്ടുകൊണ്ട് നമുക്ക് കർത്താവിനോടുകൂടെ സ്വർഗത്തിൽ പോകുവാനുള്ളതായ ആ നല്ല അനുഭവം ഉണ്ടാകുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ നമുക്ക് ഈ പ്രഭാവത്തിൽ ക്രമപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാത സമയത്തിനായി അടിയങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് തിരുവചനം കേട്ടതായ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നതുകൊണ്ട് തങ്ങളെ തന്നെ ഒരുക്കി ദൈവവചനത്തിന് കീഴ്പ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവമേ, അങ്ങയുടെ വചനം മുഖാന്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ അടിയങ്ങളെ ഓരോരുത്തരെയും നിറച്ച് തുടർന്നുള്ള ക്രിസ്തീയ ജീവിതം കർത്താവിന് പ്രസാദമുള്ള യാഗമായി തീരുവാൻ തക്കവണ്ണം അടിയങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണം. അതുപോലെ ദൈവത്തിൻ്റെ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കടഭാരത്താലായിരിക്കുന്ന അനേകരുണ്ട്, രോഗത്താൽ പ്രയാസപ്പെടുന്നതായ അനേകരുണ്ട്, പല ചിന്തയാൽ ആയിരിക്കുന്ന അനേകരുണ്ട്, അതുപോലെ നിരാശയിലായിരിക്കുന്ന അനേകരുണ്ട്. അവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അതിൽ നോക്കിയും ആശ്വാസവും വിടുതലും കൊടുത്ത് പ്രിയപ്പെട്ട ഓരോരുത്തരെയും എൻ്റെ സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകണം. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും എൻ്റെ സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.